ഓക്കെ, കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇനി സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്ന സാഹചര്യത്തിൽ അംഗം മുറുകുന്ന ഇടങ്ങളിലേക്ക് നേരിട്ടിറങ്ങാം. പലയിടത്തും അവസാന മണിക്കൂറുകളിലും വിമത നീക്കങ്ങളും ഉൾപാർട്ടി പോരുകളും ഒക്കെ മുന്നണികളെ വലയ്ക്കുകയായിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 17 ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി. ഡിസംബർ 9-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 3 മുന്നണികൾക്കും പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണ്ണയം കീറാമുട്ടിയായിരുന്നു. ഇടഞ്ഞു നിൽക്കുന്നവരെയൊക്കെ അനുനയിപ്പിച്ച് പ്രചാരണം പൂർത്തിയാക്കുകയാണ് ഇനി മുന്നിലുള്ള വെല്ലുവിളി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സര രംഗത്തുള്ളത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. ടി വി പ്രസാദ് ചേരുകയാണ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി പത്രിക പിൻവലിക്കുന്നുണ്ടോ ആരെങ്കിലും എന്ന് തിങ്കളാഴ്ച അറിയാൻ മാത്രമാണ് ബാക്കി. ഇതുവരെയുള്ള ചിത്രം, നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ വെച്ച് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ? സുജിയ, തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ വാശിയാണ്. നമുക്കറിയാവുന്നതുപോലെ BJPയും CPIയും തമ്മിലാണ് കഴിഞ്ഞ പ്രാവശ്യം പൊരിഞ്ഞ പോരാട്ടമെങ്കിൽ ഇത്തവണ കോൺഗ്രസ് കൂടി അതിലേക്ക് വരുന്നു എന്നതാണ്. നമ്മൾ കണ്ടതുപോലെ ശബരിനാഥിനെ പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ അതിൽ പ്രതിസന്ധിയിലാവുന്നത് BJPയും ഇടതുമുന്നണിയും തന്നെയാണ്. കാരണം അവരുടെ സീറ്റുകളാണോ കോൺഗ്രസ് കൊണ്ടുപോവുക എന്നൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കുറച്ച് സീറ്റ് പിടിക്കാനല്ല, ജയിക്കാൻ തന്നെയാണ് മത്സരം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രവുമല്ല, സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരു വാർഡ് തന്നെ സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റലും പിന്നീട് ചേർക്കാൻ വന്ന ഉത്തരവും അതെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും ഇതുപോലെ അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. വിമതന്മാരും നിരവധിയുണ്ട്. CPIഎമ്മിനെ സംബന്ധിച്ച് 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമുള്ളത്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ LDFന് ഒരു മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും BJPയും അതുപോലെ തന്നെ കോൺഗ്രസും, 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. അതിശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ്. കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും പോരാട്ടം അതിശക്തമായിട്ട് തന്നെയാണ് സുജിയ മുന്നോട്ട് പോകുന്നത്. പലയിടത്തും വിമത ശല്യമുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കാൻ സാധ്യത. കാരണം നാളെ നോമിനേഷൻ സ്ക്രൂട്ടിയാണ്. ആരുടെയൊക്കെയാണ് തള്ളിപ്പോകുന്നത് എന്നറിയില്ല. തള്ളിപ്പോയി കഴിഞ്ഞാൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന നിരവധി ഇടങ്ങൾ തെക്കൻ ജില്ലകളിലുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. മുന്നണികൾ എല്ലാം പോരാട്ടത്തിന്റെ ചൂടിലേക്ക് മാറുകയാണ് ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതോടുകൂടി സുജയ. അപ്പോൾ വിമതർ തലവേദനയാകുമോ അതോ അട്ടിമറികൾ സംഭവിക്കുമോ? തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു പ്രഷർ പോയിന്റായി നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു ടി വി പ്രസാദ്.